അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ, അതുകൊണ്ട് മദ്രസയും ഇല്ലേനി. പിന്നെ അതല്ല സ്കൂൾ നേരത്തെ തുടങ്ങുന്നുണ്ട്, പിന്നെ ഇന്ന് ഉച്ചക്ക് വിടുന്നുണ്ട്, എന്തോ പരിപാടി ഉണ്ട് സ്കൂളിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഒന്നും എടുത്തില്ല, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഞാൻ എടുത്തിന്, ഇൻട്രോ ഒക്കെ എടുത്ത് അവിടെ പോയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ എന്തോ മടി പോലെ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ യൂട്യൂബ് നിർത്തിയൊരു രീതിയിലായിരുന്നു. വന്നാലും എന്നെ വിശ്വസിച്ച് 2K ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ വെറുതെ നിർത്തണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പോവാം. സോ എനിക്ക് നല്ല ഉറക്കത്തിലാണ് ഞാൻ, ഭയങ്കര ക്ഷീണമുണ്ട്. മുറ്റത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ പൂച്ചാടെല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ മുറ്റത്ത് ചണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ടും പിന്നെ സ്കൂൾ പാൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കുളിച്ച് മാറ്റി വന്നിട്ടുണ്ട്. ഇനി എനിക്ക് നിസ്കരിക്കാം. അപ്പോൾ സമയം എത്ര ചോദിച്ചാൽ നല്ല വെളിച്ചമുണ്ട്, പക്ഷേ 6 മണി 6:30 ആയിട്ടുള്ളൂ. ഇപ്പം നല്ല കുറേ നേരമായിട്ടോ. അങ്ങനെ ഞാൻ ഇനി ബാഗ് സാധനം എടുത്ത് വെക്കുകയാണ്. ഇതൊന്നും എടുത്ത് വെച്ചില്ല. സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡേ അല്ല കേട്ടോ, സ്കൂളിൽ കൊണ്ട് ഫസ്റ്റ് ഡേ അല്ല, ഇതിപ്പം 3ാമത്തെ ദിവസം തോറ്റാണ്. ഫസ്റ്റ് ഡേ എനിക്ക് വ്ളോഗ് എടുക്കാൻ മടിയായിരുന്നു. പിന്നെ അതുപോലെ JRC യൂണിഫോം ആയിരുന്നു, അപ്പോൾ എടുക്കാനുള്ളൊരു നേരമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബാഗ് സാധനമൊക്കെ ഇട്ട്, അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ ഞാൻ സെറ്റാക്കിയത്. അപ്പോൾ ഇനി താഴെ വന്ന് ഞാൻ കുടയൊക്കെ ഇട്ട് വെക്കുകയാണ്. ഇന്ന് എനിക്ക് ക്ലാസ് ഉച്ച വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ബുക്കൊക്കെ മതി. പിന്നെ ലിയൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് അടിച്ചൊക്കെ ചെയ്ത്. പിന്നെ ചെറിയ പരിപാടികൾ പൊതുവെ എല്ലാവരും പെരയിൽ എടുക്കണേ, എങ്ങനെ അടിച്ചു തരിക, നന്നാക്കുക, മറ്റേ ബെഡ്ഷീറ്റ് ഇടുക, അങ്ങനത്തെ ഒക്കെ. ഇതാ അമ്മച്ചി ഇതാ പൂരി പൊരിക്കുന്നുണ്ട് കേട്ടോ. പൂരിക്ക് കറിയൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി അച്ചേക്ക് അയക്കുന്നത്. അപ്പോൾ ഇതാ പൂരിയൊക്കെ ഇങ്ങനെ പപ്പടം പൊന്നുന്ന പോലെ ഉണ്ട്. ഇതാ പൂച്ചകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹേ ഗായ്സ്, അപ്പോൾ ഇതാ ഞാൻ കുളിച്ച് മാറ്റി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പണി ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി ചായ കുടിച്ച് സ്കൂൾക്ക് പോകാൻ വേണ്ടി മാറ്റണം. അപ്പോൾ ഇന്ന് മദർസ് ഇല്ലാത്തതുകൊണ്ട് കുറേ സമയം ബാക്കിയാണ്. കുറേ സമയം വെറുതെ ഇരിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നേരമുണ്ട്. പൊതുവേ ആദ്യമൊന്നുമില്ല, ഇപ്പോൾ ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകല്. ഇപ്പോൾ ഭയങ്കര നേരമാണ്, ഫുൾ ഫ്രീ ആണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മതി. പിന്നെ ഇനി ചായ കുടിക്കണം. അപ്പോൾ സമയം 8 മണിയൊക്കെ ആയില്ലേ, 8 മണിക്കായാണ്. പൂരിയാണ്, പൂരിക്ക് എന്താ വെച്ചൊന്നുമില്ല, പൂരി അച്ചേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിതാ പൂരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ഞാൻ പൂരി കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. ഞങ്ങളെ വീട്ടിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പൂരി ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ അതിൻ്റെ യൂണിഫോം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് വീഡിയോസൊക്കെ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, വൈറ്റ് ടോപ്പും പിന്നെ ഒരു ബ്ലൂ കോട്ടുമാണ് വന്നിട്ടുള്ളത്. എനിക്ക് നേരമില്ല കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ. ഞാൻ വായിലൊരു മിഠായി ഇട്ടിട്ട് ചവയ്ക്കുകയാണ്, അതാണ് എനിക്ക് ഒന്നും പറയാനും കഴിയണില്ല. പിന്നെ വീഡിയോ കീർക്ക് നോക്കാം, ഞാൻ ഇങ്ങനെ ചവച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പിന്നെ മാറ്റി വേഗം പോയി. കാരണം പെട്ടെന്നിൽ ഞാൻ കുറേ അവിടെയും ഇവിടെയും നോക്കി നിന്നപ്പോൾ എൻ്റെ സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ സ്കൂളിൽ പോവാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ലിയക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഉമ്മച്ചി വെറുതെ ലിയ മാറ്റണമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിന്. അപ്പോൾ ഓളിങ്ങനെ മുടിയൊക്കെ വാർന്ന് റെഡി ആവണമൊക്കെ ഓളിങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ ഓരോ സംഭവങ്ങളൊക്കെ കാണിച്ചു തരും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ. ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടാണ്. ഇനി ഞാൻ പറഞ്ഞതിന് ഉച്ചയ്ക്ക് വിടുന്നു. വന്നിട്ടിപ്പോൾ സമയം 12:45 12:00 വിട്ട് അങ്ങനെ പെരയിലൊക്കെ എത്തി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഏതായാലും മാറ്റിയിട്ട് വരാം. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം വന്നിട്ട് TV കാണാണ്. ഞാനധികം TV ആണ് കാണാറ്. ഫോണ് എപ്പോഴും കിട്ടൂല വെച്ചാൽ എപ്പോഴും കയ്യിലുണ്ടാവുക. അപ്പോൾ കുറച്ച് നേരമെങ്കിലും കളിക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഞാൻ TV ഉണ്ടായില്ല, ഒരു കുന്തവും ഇല്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നിക്കാണ്. ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല ക്ലിയർ ആകാശമായിട്ടുണ്ട്. ടോമിൻ്റെ കിടത്തം കാണുമ്പോൾ ചിരി വരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായപ്പോൾ നമ്മളെ ലിയ അതാ വരുന്നുണ്ട്. ലിയനെ ഇപ്പോഴേട്ടോ കൊണ്ടുവന്ന് ഇടലൊക്കെ ഇപ്പോഴാണ്. അപ്പം ഓളിങ്ങനെ വെറുതെ ഇങ്ങനെ കുപ്പിയൊക്കെ എടുത്ത് ഇതാക്കാണ്. പിന്നെ എനിക്കിങ്ങനെ കണ്ണാടി കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി. ഞാൻ ഇൻ്റെപ്പൻ്റെ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേ വീഡിയോസിൽ ഞാൻ ഇൻ്റെപ്പൻ്റെ ടീഷർട്ടും ഷർട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ
പുറത്തത്തെ വ്യൂ ആണ്. ഇപ്പോൾ നല്ല ഇരുടാവാറായിട്ടുണ്ട്. പിന്നെ അതുമല്ല മഴ പെയ്തിട്ടുണ്ട്. മഴ ഉണ്ടായതുകൊണ്ട് നല്ല ഇരുട്ടുണ്ട്. പക്ഷേ ബാങ്കൊന്നും കൊടുത്തില്ല. അപ്പോൾ ആ ലീ അങ്ങനെ ബുക്കൊക്കെ എടുത്ത് പഠിക്കൽ തുടങ്ങിയിട്ട് ഓൾ MBBS പഠിക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ അതാ പൂച്ചോളൊപ്പം ഇരുന്ന് കളിക്കുന്നുണ്ട്. ഓള് പേജ് അനക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഇതാ പൂച്ചകളെയാണ് എല്ലാ വീഡിയോസിലും ഇവരുണ്ടായി. ഈ പൂച്ചകൾ ജനിച്ചതിന് ശേഷം എല്ലാ വീഡിയോസും ഇവരാണ് മെയിൻ താരം. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സ്കരിക്കുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ സൈലത്തത്തെ ക്ലാസ് കണ്ടു. ഞാൻ അധികം കാണാറുണ്ട്. അപ്പം ഇന്ന് SS ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഭയങ്കര മടിച്ചിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വീഡിയോകളൊക്കെ കാണുമ്പോൾ. പിന്നെ ഞാൻ ബാക്കി മറന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.